നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചു. അതിന്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അല്ലാഹു ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം സഹാബത്ത് ലോകത്തിന്റെ പല ഭാഗത്തേക്കും അവരും വിശുദ്ധ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും എന്ന് പറഞ്ഞു. ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് സ്വഹാബത്ത്. അവരിൽ നിന്നുള്ള ആരോട് പിൻപറ്റിയാൽ നിങ്ങൾക്ക് അള്ളാഹുവിലേക്കുള്ളതായ ആ വിശുദ്ധമായ ആ വഴിയിലേക്ക് എത്തിച്ചേരാനും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിക്കും. ആ നിലക്കാണ് സ്വഹാബത്തിനെ പറ്റി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. സഹാബത്തിന്റെ ശേഷം മഹാന്മാരാവുന്ന താബിഈങ്ങൾ, താബിഈ താബിഈങ്ങൾ, അവരെ പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഉണർത്തി. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഉത്തമ നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ അതിനോട് അടുത്ത നൂറ്റാണ്ട്, അതിനോട് അടുത്ത നൂറ്റാണ്ട്. എന്തിനാ ഈ 3 നൂറ്റാണ്ടിനെ അല്ലെങ്കിൽ ഈ 4 നൂറ്റാണ്ടിനെ ഉത്തമ നൂറ്റാണ്ടായും കൊണ്ട് റസൂലുള്ളാഹി പ്രഖ്യാപിക്കാനുള്ള കാരണം? അതായത് ദീൻ നിങ്ങൾ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനപരമായ കുറെ അതിന്റെ അടിസ്ഥാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ദീൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാ ദീനിനെ മനസ്സിലാക്കണം. കാരണം വിശുദ്ധ ഖുർആനെ ഭാഷ അറിഞ്ഞതുകൊണ്ട് ഒരു ഭാഷാ പണ്ഡിതനിക്ക് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുന്ന ഒന്നല്ല വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു വിശേഷിപ്പിച്ചു. നബിയെ തങ്ങൾക്ക് ഇവിടെ നമ്മള് പ്രവാചകനായി കൊണ്ട് നിയോഗിച്ചത് തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ വിശുദ്ധ ഖുർആൻ അതിനെ ജനങ്ങൾക്ക് നബിയെ തങ്ങൾ അതിനെ വിശദീകരിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞു കൊടുക്കണം. അറുപത്തിനാല് സഹാബത്ത് ഓരോരുത്തർക്കും വ്യാഖ്യാനിച്ചു വിടുന്നു, അറബികൾക്ക് വ്യാഖ്യാനിച്ചു വിടുന്നു. അവർക്ക് ഭാഷ അറിയുന്നവരല്ലേ. അപ്പൊ ഭാഷ അറിഞ്ഞതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കാനോ അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനോ സാധ്യമല്ല. അപ്പൊ വിശുദ്ധ ഖുർആൻ നമ്മൾ അവലംബിക്കപ്പെടേണ്ട നമ്മുടെ ഏറ്റവും വലിയൊരു രേഖയാണ്. ആ വിശുദ്ധ ഖുർആൻ മാത്രം പോരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ, കാരണം ഖുർആനിലുള്ള പലതും അതിന്റെ ആശയങ്ങൾ ഭാഷാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ അത് തെറ്റിപ്പോകും. വെറൊരു ഭാഷാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതല്ല വിശുദ്ധ ഖുർആൻ. അങ്ങനെ സ്വഹാബത്ത് തന്നെ പലതും മനസ്സിലാക്കിയപ്പോൾ അവളെ തെറ്റിയെന്ന് പറഞ്ഞു. ഹൈത്തുൽ അബിയവും ഹൈത്തുൽ അബിയവും വേർതിരിയുന്നത് വരെ നിങ്ങള് കുലുവ ശുറബൂത് പറഞ്ഞപ്പോ അവര് മനസ്സിലാക്കിയതെന്ന 2 നൂല്, വെള്ള നൂലും വെളുത്ത നൂലും എടുത്തു വെച്ചു. അത് വെള്ള നൂല് ഇതാണ്, മറ്റേ വെളുത്ത നൂല് ഇതാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്ന നിലക്ക് ആവണ സമയം വരെ ഭക്ഷിക്കാന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെയല്ലല്ലോ അതിന്റെ അർത്ഥം. അപ്പൊ ഭാഷ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കപ്പെടേണ്ട ഒന്നല്ല, ഭാഷ വേണ്ടെന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനിനെ മനസ്സിലാക്കലിനിക്ക് അത് ഭാഷ മാത്രം അതിനെ അവലംബാക്കാൻ പറ്റില്ല. ഭാഷ പഠിച്ചവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന അതിന്റെ ആ മാർഗത്തിൽ കൂടിയാണ് ഖുർആനിനെ വ്യാഖ്യാനിക്കേണ്ടത്.